Now gold is not enough. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിനു മുന്നേ കോസ്റ്റിങ്ങിൻ്റെ മീനിങ്സും അതുപോലെ അതിൻ്റെ കോസ്റ്റിൻ്റെ കുറേ കോൺസെപ്റ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊരു രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഐറ്റംസ് ഓഫ് കോസ്റ്റ് അണ്ടർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പം നമ്മൾ നോർമലി ഒരു സാധനം അങ്ങനെയാണല്ലോ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് അതിനെ കുറേ ഗ്രൂപ്പാക്കി മാറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറേ കോസ്റ്റ് കോൺസെപ്റ്റ്സിലൊക്കെ പഠിച്ച പേരിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നമ്മളൊരു ഗ്രൂപ്പാക്കി മാറ്റുവാണ്. നെക്സ്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് വേണ്ടി വരുന്ന എല്ലാതരം എക്സ്പെൻസിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ലേബർ കോസ്റ്റ് എന്ന് പറയാം. അങ്ങനെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എല്ലാ കോസ്റ്റിനെയും ഒരു ഗ്രൂപ്പിലാക്കി മാറ്റും. അതുപോലെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എല്ലാ കോസ്റ്റിനെ നമ്മളൊരു ഗ്രൂപ്പാക്കി മാറ്റും. ഇങ്ങനെയാണ് കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നത്. Under cost classification, cost items are divided into different groups with each group containing similar items. അപ്പോൾ അത് പല ബേസിസിൽ നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ബേസിസാന്ന് നോക്കാം. ഒന്ന് ട്രേസബിലിറ്റിയുടെ ബേസിസ് ചെയ്യാം, ഫംഗ്ഷൻ്റെ ബേസിസിൽ വേരിയബിലിറ്റി, എലമെൻറ്റ്സ്, കൺട്രോളബിലിറ്റി, നോർമാലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ നേച്ചർ. ഇത്രയും ബേസിസിൽ നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ട്രേസബിലിറ്റി ആണ്. ഇപ്പം ട്രേസബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിയർ ദ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ട്രേസബിലിറ്റി ഓർ ഐഡൻറ്റിഫയബിലിറ്റി. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബേസിൽ ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, ജോബ്, പ്രോസസ് എക്സെട്ര. ഒരു കോസ്റ്റ് സെൻറ്ററിൽ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബേസിസിലാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. On the basis of identifiability, cost can be divided into direct cost and indirect cost. നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ഒന്ന് ഡയറക്റ്റ് കോസ്റ്റും രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കോസ്റ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ആൻഡ് ഈസിലി ട്രേസ്ഡ് ഓർ ഐഡൻറ്റിഫൈഡ് വിത്ത് എ ജോബ്, പ്രോഡക്റ്റ്, കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് എക്സെട്ര. അപ്പം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുമായ കോസ്റ്റിനാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ ഫുൾ to the cost objective, that is something for which a separate cost collection is being attempted. ഇപ്പോൾ ഒരു കോസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ നമുക്ക് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് പ്രൈം കോസ്റ്റ് ഓർ ട്രേസബിൾ കോസ്റ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രൈം കോസ്റ്റ് എന്ന് പറയാം, ട്രേസബിൾ കോസ്റ്റ് എന്ന് പറയാം. ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ വുഡൻ ടേബിൾ, cost of timber used and the wages paid to carpenter are direct cost. അപ്പം നമുക്കൊരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത് ഒരു ടേബിളിൻ്റെ കാര്യം വുഡൻ ടേബിളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വുഡൻ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ല അതിൽ വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ടിമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ടിമ്പർ യൂസ് ചെയ്ത് മാത്രമല്ല അതിനെ ഒരാൾ ടേബിളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കാർപ്പൻ്ററിൻ്റെ വർക്കും നമുക്കതിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ്, ഇനി ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അതിൽ. ഗോൾഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഗോൾഡ് സ്മിത്തിന് വേജസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഗോൾഡ് സ്മിത്ത് വർക്ക് ചെയ്തത് നമുക്കതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഹു ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ വർക്ക് ആർ ഡയറക്റ്റ് കോസ്റ്റ്. അപ്പം ഇതാ who are directly involved in the work are direct cost. അപ്പം ഈ ഗോൾഡ് സ്മിത്ത് അതേപോലെ ഗോൾഡ് ഇതെല്ലാം ഡയറക്ട്ലി ഇൻവോൾവ് ആണ്. ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് റെഫേർഡ് ടു ആസ് ഡയറക്റ്റ് കോസ്റ്റ് ഓർ പ്രൈം കോസ്റ്റ്. അപ്പം ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് കോസ്റ്റിൽ ഇപ്പം മെറ്റീരിയൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇപ്പം വുഡ് കാണുന്നുണ്ട്, ഗോൾഡ് കാണുന്നുണ്ട്, അത് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അതുപോലെ എംപ്ലോയീസിൻ്റെ പേയ്മെൻറ്റ് കാണുന്നുണ്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേബർ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് കോസ്റ്റ് വരുന്നത് അല്ലെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആർ ബ്രീഫ്ലി ഡിസ്കസ്ഡ് ബിലോ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് മെറ്റീരിയൽ, ഒന്ന് ലേബർ, ഒന്ന് എക്സ്പെൻസ് അല്ലേ. ഈ 3 നമുക്ക് എന്താണെന്ന് പഠിക്കാം.
അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലേ നമ്മളോട് പറഞ്ഞു ഡയറക്റ്റ് കോസ്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എന്തൊക്കെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് അതിൽ ഫസ്റ്റ് വൺ ആയ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആണ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഇന്ന മെറ്റീരിയൽ ഇരിപ്പുണ്ടെന്ന് ജോബ് കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് പ്രോഡക്റ്റ് മാത്രമല്ല ജോബ് വൈസും നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം കോസ്റ്റ് സെൻറ്റർ വൈസും അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് വൈസും ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ് ഫോർ എ സ്പെസിഫിക് പ്രോഡക്റ്റ് ഓർ സർവീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ആ സ്പെസിഫിക്കലി അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ മെറ്റീരിയലാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ചാർട്ടേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് CIMA ലണ്ടൻ അവർ ഡിഫൈൻ ചെയ്യുന്ന എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് എൻറ്ററിങ് ഇൻ ടു ആൻഡ് ബിക്കമിങ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ ഒരു പാർട്ടായി മാറുന്ന മെറ്റീരിയലിനാണ് എൻറ്ററിങ് ഇൻ ടു ആൻഡ് ബിക്കമിങ് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ ഒരു എലമെൻറ്റായി മാറുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആണ് ഓർ സെയിലബിൾ സർവീസ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഒരു ഭാഗമായി മാറുവാണ് ആൻഡ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് സെപ്പറേറ്റ്ലി ഇൻ പ്രോഡക്റ്റ് കോസ്റ്റ് അത് നമുക്ക് സെപ്പറേറ്റ്ലി പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം എക്സാമ്പിൾസ് നമുക്ക് നോക്കാം വുഡൻ ഫേർണിച്ചർ ആണെങ്കിൽ അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും കറക്റ്റ് വുഡ് അല്ലെങ്കിൽ ടിമ്പർ കാണാൻ പറ്റും അല്ലേ ഗോൾഡ് ജ്വല്ലറി കണ്ടാൽ തന്നെ നമുക്ക് അതിൽ ഗോൾഡ് ഇൻവോൾവ് ആണെന്ന് നമുക്ക് മനസ്സിലാവും ഷുഗർ കെയിൻ ഇൻ ഷുഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഷുഗർ കെയിൻ വെച്ച് തന്നെയാണ് ഷുഗർ കെയിനുള്ള മെറ്റീരിയൽ ഇല്ലെങ്കിൽ അവിടെ ഷുഗർ ഇല്ല ലെതർ ഇൻ ഷൂ വാങ്ങിക്കുമ്പം അത് ലെതറിൻ്റെ ഷൂസ് ആണെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയാം അത് ലെതർ യൂസ് ചെയ്തിട്ടുണ്ട് പേപ്പർ ഇൻ ബുക്ക് കണ്ടാൽ നമുക്കറിയാമല്ലോ ഇതിനകത്ത് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് ക്ലോത്ത് ഇൻ ഗാർമെൻറ്റ്സിൽ നമുക്ക് ക്ലോത്തിന് എന്നുവെച്ചാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയണം ഇപ്പോൾ ഒരു ഷർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഡയറക്റ്റ് എന്ത് യൂസ് ചെയ്തിട്ടുണ്ട് ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ ഈസ് ദ ലേബർ വിച്ച് ക്യാൻ ബി ഡിസ്റ്റിങ്ക്ട്ലി ആൻഡ് ക്ലിയർലി ഐഡൻറ്റിഫൈഡ് ടു എ ജോബ് പ്രോഡക്റ്റ് കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഇപ്പം ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ലേബർ കോസ്റ്റ് ആണ് വിച്ച് ക്യാൻ ബി ഡയറക്ട്ലി ഐഡൻറ്റിഫൈഡ് നമ്മൾ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ലേബറിനെ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ അത്രയും ലേബർ യൂസ് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റോ കോസ്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് സെൻറ്റർ ആണോ കോസ്റ്റ് യൂണിറ്റ് ആണോ ജോബാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇറ്റ് റെഫേഴ്സ് ടു ദ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് വർക്കേഴ്സ് യൂസ് ടു മേക്ക് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ടു പ്രൊവൈഡ് എ പെർട്ടിക്കുലർ സർവീസ് അപ്പം ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിൻ്റെ സ്പെസിഫിക് കോസ്റ്റിനാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു CIMA ലണ്ടൻ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് the cost of remuneration for employeesന് കൊടുക്കുന്ന remuneration ആണ് efforts and skill applied directly to product or saleable service directly ആ പ്രോഡക്റ്റിൽ എഫേർട്ടും സ്കില്ലും അപ്ലൈ ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന remuneration ആണ് and which can be identified separately in product കോസ്റ്റിൽ നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും ഇപ്പം നമുക്ക് ഡയറക്റ്റ് ലേബറിൻ്റെ എക്സാമ്പിൾസ് നോക്കാം വേജസ് പേ ടു കാർപ്പൻറ്റർ ഫോർ മാനുഫാക്ചറിങ് ഫേർണിച്ചർ അല്ലെ ഫേർണിച്ചർ ഉണ്ടാക്കാൻ കാർപ്പൻറ്റർക്ക് കൊടുത്തിരിക്കുന്ന വേജസ് നമുക്ക് ഫേർണിച്ചർ കണ്ടാൽ അറിയാം ഒരു കാർപ്പൻറ്റർ അതിൽ വർക്ക് ചെയ്തിരുന്നു നെക്സ്റ്റ് വേജസ് പേ ടു ഗോൾഡ് സ്മിത്ത് ഫോർ മാനുഫാക്ചറിങ് ഗോൾഡ് ജ്വല്ലറി അല്ലെ ഗോൾഡ് ജ്വല്ലറി കണ്ടാൽ അറിയാം വെറുതെ ഗോൾഡ് വെച്ചാൽ അത് ജ്വല്ലറിയായി മാറില്ല നമ്മൾ എന്ത് ചെയ്യണം ഒരാൾ അതിൽ വർക്ക് ചെയ്യണം അപ്പം ആ വർക്ക് ചെയ്ത ആൾക്ക് കൊടുത്ത പേയ്മെൻറ്റ് ടു ടൈലർ ഇൻ റെഡിമെയ്ഡ് വെയർ എക്സെട്ര ഇപ്പോൾ റെഡിമെയ്ഡ് വെയറിൽ നമുക്ക് ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലോത്ത് മാത്രമല്ല അതിലാരുണ്ട് ഒരു ടൈലറിൻ്റെ വർക്കും കൂടി നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് The direct expense are those expense which can be clearly identified or traced to a job product, cost center or cost unit. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡയറക്റ്റ്ലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻസ് ആണ്. These are the expense which have been incurred in full in making a particular product or providing a service or running a department. അപ്പോൾ ഡയറക്റ്റ്ലി അതിൽ ഇൻവോൾവ് ആണ് എന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് കോസ്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ ആ പ്രോഡക്റ്റോ സർവീസോ ഉണ്ടാവില്ല. അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു ഫേർണിച്ചറിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്തൊക്കെ വേണം, നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ വേണം, ഡയറക്റ്റ് ലേബർ വേണം അല്ലേ.
ഇനി ആ ഫേർണിച്ചർ ഉണ്ടാക്കാനുള്ള ഒരു മോഡൽ വരച്ചെടുക്കണ്ടേ ആദ്യം, അല്ലെ? എന്നാലല്ലേ നമുക്ക് ആ ഫേർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ മോഡൽ വരച്ചെടുത്ത ആൾക്ക് കൊടുത്ത പൈസ അത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? അപ്പം ആ ഒരു മോഡൽ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ആ ഫേർണിച്ചർ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. According to CIMA London, direct expenses are cost other than material or labor which can be identified in a specific product or saleable service. ഇപ്പോൾ ഒരു സർവീസിലോ പ്രോഡക്റ്റിലോ മെറ്റീരിയലും ലേബറും അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസിനാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം, കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ് ഓർ ഡിസൈൻ ബിഫോർ സ്റ്റാർട്ടിങ് ദ വർക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഫേർണിച്ചർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അതൊന്ന് വരച്ചുണ്ടാക്കണം, അതിൻ്റെ ഡിസൈൻ വേണം, അല്ലേ? നെക്സ്റ്റ്, എക്സ്പെരിമെൻ്റൽ എക്സ്പെൻസ് ഫോർ മാനുഫാക്ചറിങ് ആൻ ഐറ്റം. ഇപ്പോൾ ഒരു ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസ്. ഹയർ ചാർജസ് ഓഫ് സ്പെഷ്യൽ ടൂൾസ് ഹയേർഡ്, എന്തെങ്കിലും ടൂൾസ് ഒക്കെ വേണമായിരിക്കും ചിലപ്പോൾ അതിന്. അപ്പോൾ ഇപ്പം കാർപ്പൻ്റർ തന്നെയാണെങ്കിൽ അയാൾ യൂസ് ചെയ്ത ടൂള് അതിന് ചിലപ്പം അത് നമുക്ക് വാടകയ്ക്ക് എടുത്തായിരിക്കും, അപ്പോൾ അതിനുള്ള ഹയർ ചാർജസ്. റോയൽറ്റി പെയ്ഡ് ഫോർ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിന് മേലെ പേ ചെയ്തിട്ടുള്ള റോയൽറ്റി എന്ന് വെച്ചാൽ ഇത് ഏറ്റവും നെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പം ചിന്തിക്കേണ്ട കാര്യം, അതില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ആ രീതിയിൽ നമുക്ക് കിട്ടില്ലായിരുന്നു, പ്രൊഡക്റ്റോ സർവീസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് മെറ്റീരിയൽ കോസ്റ്റ് വരും, പിന്നെ എന്ത് വരും, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് വരും, ഡയറക്റ്റ് എക്സ്പെൻസസ് വരും. ഇപ്പം നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ, ഡയറക്റ്റ്ലി നമുക്ക് ആ പ്രോഡക്റ്റിൽ ട്രേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും എക്സ്പെൻസസിനാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓഫ് എ ജനറൽ നേച്ചർ ആൻഡ് ആർ നൈദർ ഐഡന്റിഫയബിൾ നോട്ട് ട്രേസബിൾ ടു എ പെർട്ടിക്കുലർ ജോബ്, പ്രോഡക്റ്റ്, കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനും ട്രേസ് ചെയ്യാനും പറ്റാത്ത ടൈപ്പ് ഓഫ് കോസ്റ്റിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ചാർജ് ടു ദ പ്രോഡക്റ്റ് ഓർ ജോബ് ഓർ കോസ്റ്റ് സെന്റർ. അപ്പോൾ ഇത് ഡയറക്ട്ലി നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിൽ ചാർജ് ചെയ്യില്ല ആ പ്രോഡക്റ്റിന് മേലെ. Indirect cost consists of indirect material cost, indirect labor cost and indirect expenses. അപ്പോൾ ഇതിൽ 3 elements ഉണ്ട്: indirect material cost, indirect labor cost and indirect expenses. പിന്നെ indirect material എന്താണെന്ന് നോക്കാം. Indirect material are those material which cannot be identified to a specific product. അപ്പോൾ സ്പെസിഫിക് പ്രോഡക്റ്റിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒന്നിനാണ് നമ്മൾ പറയുന്നത് indirect material cost. In wooden furniture manufacturing, the cost of nails used, ആണി യൂസ് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് പോളിഷ്, കോസ്റ്റ് ഓഫ് ഗം എക്സെട്ര ആർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതൊക്കെ ഇൻഡയറക്റ്റ്, ശരിക്കും പറഞ്ഞാൽ വുഡൻ ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ അത് വുഡാണ് അതിൻ്റെ ഡയറക്റ്റ്. അതിൽ നമ്മൾ ആ ഫേർണിച്ചർ ആക്കി മാറ്റാൻ വേണ്ടിയാണ് ബാക്കിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തത്, അല്ലേ? അതിനെ ഫർണിച്ചർ ആ ഷേപ്പിലാക്കി മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്, നെയിൽ നമ്മൾ അതിൻ്റെ ആണിയൊക്കെ അടിച്ചിട്ടുണ്ടാവും, പോളിഷ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ മേലെ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഗമ്മൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ലേബർ which cannot be identified to a specific product. In wooden furniture manufacturing, the payment to supervisor, helper, security staff, etc. are indirect labor. അപ്പോൾ വുഡൻ ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഒരാൾ നിന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അയാൾക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ നിന്നിട്ടുണ്ടാവും. പിന്നെ സെക്യൂരിറ്റി സ്റ്റാഫ്, അല്ലേ, അവിടെ ഫാക്ടറിയിൽ സെക്യൂരിറ്റി നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ കൊടുത്ത പേയ്മെൻറ്റ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. Next, indirect expense. Indirect expense are those items of expense which cannot be identified to a product. പ്രോഡക്റ്റിന് വില കാണാൻ പറ്റാത്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് മേലെ കൊടുത്തിരിക്കുന്ന പേയ്മെൻ്റ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. റെന്റ് ഓഫ് ദ ഫാക്ടറി, അതൊരു എക്സ്പെൻസ് അല്ലേ? ആ ഫാക്ടറിയുടെ റെന്റ്, ആ ലൈറ്റിംഗ് ഓഫ് ദ ഫാക്ടറി. നമുക്ക് ഫർണിച്ചർ കണ്ടാൽ മനസ്സിലാവും അവിടെ ലൈറ്റ് ഇട്ടിട്ടായിരുന്നു ഫർണിച്ചർ ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റില്ലല്ലോ. റെന്റുള്ള ഫാക്ടറി എന്നാണ് ഉണ്ടാക്കിയത്, റോഡ് എന്നാണ് ഉണ്ടാക്കിയത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം അത്തരം എക്സ്പെൻസിന് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ആ ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റിനൊക്കെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം. ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലാത്തതിനെ നമുക്ക് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയാം, അല്ലേ? ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ. നമ്മളിപ്പം ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ട്രേസബിലിറ്റി നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ ആണ്. അപ്പം ഫംഗ്ഷൻ ബേസിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ കോസ്റ്റും, രണ്ടാമത്തെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും, മൂന്നാമത്തെ സെല്ലിംഗ് കോസ്റ്റും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും, നാലാമത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കാം. ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ
cost of direct material, direct labor, direct expense and manufacturing expense. പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടില്ല എല്ലാത്തിനെയും നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഡയറക്റ്റ് ലേബർ ഉണ്ടാവും, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും, അതുപോലെ മാനുഫാക്ചറിങ്ങിൽ വന്ന മറ്റുള്ള എക്സ്പെൻസസ് ഉണ്ടാവും. It refers to cost concerned with the manufacturing activity which start with the supply of material and ends with the primary packing of the product. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് മുതൽ ആ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് സെയിലബിൾ കണ്ടീഷൻ ആവുന്നത് വരെ അതിൻ്റെ മേലെ വന്ന എല്ലാ എക്സ്പെൻസിനെയും നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരുത്തും. അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരേജ് ചാർജസ് ഒക്കെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ വരും. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. ദ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ക്യാരിങ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ നടത്താൻ വേണ്ടി വന്ന എക്സ്പെൻസസിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്ന എക്സാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പോളിസി ഫോർമുലേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ടോപ്പ് മാനേജ്മെൻറ്റിന് വേണ്ടി വന്ന എക്സ്പെൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. ഇപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സെല്ലിംഗ് കോസ്റ്റ് റെപ്രസെന്റ് കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സെക്യൂറിംഗ് ഓർഡേഴ്സ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കീപ്പപ്പ് ചെയ്യാനും അതേപോലെ അതിൻ്റെ ഓർഡർ പിടിക്കാനും വേണ്ട വന്ന കോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിംഗ് കോസ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് പോർഷൻ ഓഫ് മാർക്കറ്റിംഗ് കോസ്റ്റ് വിച്ച് ഈസ് ഇൻകേർഡ് ഇൻ സെക്യൂറിംഗ് ഓർഡേഴ്സ്. ആ ഓർഡർ പിടിക്കാൻ വേണ്ടി നമുക്ക് വന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഓർഡർ കിട്ടാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്തു അതിനാണ് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സം എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത് സാലറീസ്, ട്രാവലിംഗ് എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ ഓഫ് സെയിൽസ് സ്റ്റാഫ്. സെയിൽസ് സ്റ്റാഫിന് കൊടുത്തിരിക്കുന്ന എല്ലാ പേയ്മെൻറ്റ്സും അതിൽ വരും. സെയിൽസ് ഓഫീസ് എക്സ്പെൻസ് വരും, ബ്രോക്കറേജ് വരും, അഡ്വർടൈസ്മെൻറ്റ് വരും, ഷോറൂം എക്സ്പെൻസ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആണ്. സെല്ലിംഗ് കോസ്റ്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. It is that portion of marketing cost which is incurred in warehousing saleable product and delivering product to consumers. അപ്പോൾ ആ സെയിലബിൾ പ്രോഡക്റ്റിനെ നമ്മൾ വെയർഹൗസിൽ സൂക്ഷിച്ചതിൻ്റെയും അതുപോലെ ഡെലിവർ ചെയ്തതിൻ്റെയും കോസ്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് കോസ്റ്റ് ആണ് വിച്ച് ഇൻകേർഡ് ഫോർ സെക്യൂറിംഗ് ഓർഡേഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർഹൗസ് കോസ്റ്റും അതേപോലെ തന്നെ അത് ഡെലിവർ ചെയ്യാൻ വന്ന കോസ്റ്റുമാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ എക്സ്പെൻസ് ഇൻകേർഡ് ഫ്രം ദ ടൈം ഓഫ് പ്രോഡക്റ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ ഫാക്ടറി അണ്ടിൽ ഇറ്റ് റീച്ചസ് ഇസ് കസ്റ്റമേഴ്സ്. ഫാക്ടറിയിൽ എത്തിയതിന് ശേഷം അതിൻ്റെ ഫാക്ടറി എത്തുന്ന വരെയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിൽ എത്തി അല്ലേ. എന്നുവെച്ചാൽ അതിന് പാക്ക് ചെയ്ത് വെച്ചു, ഇനി അത് ഫാക്ടറിയിൽ എത്തിയതിന് ശേഷം അത് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുന്ന വരെ വരുന്ന എല്ലാ കോസ്റ്റിനെയും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയാം. എക്സാമ്പിൾസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് നമുക്ക് നോക്കാം. ക്യാരേജ് ആൻഡ് ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ്, നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയ വണ്ടി കൂലി വരുന്നുണ്ട്, വെയർഹൗസിൽ സൂക്ഷിച്ച ചാർജസ് വരുന്നുണ്ട്, അതുപോലെ പിന്നെയും സെക്കൻഡറി ആയിട്ട് എന്തെങ്കിലും പാക്കിങ് വരുവാണെങ്കിൽ ഇൻഷുറൻസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതൊക്കെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. റിസർച്ച് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് സെർച്ചിങ് ഫോർ ന്യൂ പ്രോഡക്റ്റ്, ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് ഒന്ന് മാറ്റാനോ അതിനുവേണ്ടി അല്ലെങ്കിൽ പുതിയൊരു എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യാനോ ഇതിനൊക്കെ വേണ്ടി നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വന്ന കോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ബേസിസിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു? പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. 4 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി ഓർ നേച്ചർ ഓർ ബിഹേവിയർ. വേരിയബിലിറ്റിയുടെ ബേസിലോ നേച്ചറിൻ്റെ ബേസിലോ ബിഹേവിയറിൻ്റെ ബേസിലോ നെക്സ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അണ്ടർ ദിസ് ക്ലാസിഫിക്കേഷൻ കോസ്റ്റ് ആർ സ്റ്റഡീഡ് ആൻഡ് ഗ്രൂപ്ഡ് അക്കോർഡിംഗ് ടു ദർ റെസ്പോൺസ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊപ്പോർഷൻ ടു വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. കോസ്റ്റ് ആർ ദെർഫോർ ക്ലാസിഫൈഡ് ടു ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിമെയിൻ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ അപ് ടു എ ഗിവൺ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ചേഞ്ചസ് ഒന്നും വരില്ല, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ ചേഞ്ചസ് ഒന്നും വരില്ല.
അപ്പോൾ ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒരു റേഞ്ചിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ചസ് വരാം. ദീസ് കോസ്റ്റ് ക്യാൻ ബി also called a static or rigid cost because these costs in total remain to be the same at any level of activity. ഇതിനെ നമുക്ക് എന്തുകൂടി പറയാം? Static or rigid cost എന്നും കൂടി പറയാം. These costs do not change with changes in the volume or level of activity within the limits of planned capacity. പ്ലാന്റ് കപ്പാസിറ്റിയുടെ ലിമിറ്റ്സിനകത്താണ് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫിക്സഡ് ആയിട്ടിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാസേജ് ഓഫ് ടൈം ആൻഡ് ഡസ് നോട്ട് വാരി ഡയറക്ട്ലി വിത്ത് ദ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനനുസരിച്ച് മാറിപ്പോവില്ല ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആസ് ദീസ് എക്സ്പെൻസസ് ഡിപ്പെൻഡ് ഓൺ പാസേജ് ഓഫ് ടൈം, ദീസ് ആർ കോൾഡ് പീരിയോഡ് കോസ്റ്റ്. പീരിയോഡ് കോസ്റ്റ് ഒന്നും കൂടി പറയും നമ്മൾ ഇതിന്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റ്. ഇപ്പോൾ ഫാക്ടറിക്ക് വേണ്ട റെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റെന്റ് കൊടുക്കണം അല്ല. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ്റെ ബേസിലോ ഒന്നിൻ്റെ ബേസിലോ അല്ല നമ്മുടെ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ്. പക്ഷെ നമ്മൾ ഒരു ലെവലിന് അപ്പുറത്തേക്ക് നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റെന്റ് ഇൻക്രീസ് ചെയ്യുക. എങ്ങനെയാണ്? നമ്മൾ പുതിയൊരു ഫാക്ടറി എടുക്കേണ്ടി വരും അല്ലേ. ഇനി ഇൻഷുറൻസും ഒരു പെർട്ടിക്കുലർ പീരിയഡ് വരെ ഫിക്സഡ് ആണ്. ഡിപ്രീസിയേഷൻ ഫിക്സഡ് ആണ് അല്ലേ. നമ്മൾ പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും അത് പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാലും എല്ലാം ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ടാക്സസ് സെയിം ആയിരിക്കും. ഇനി സെയിൽ ഓഫ് എക്സിക്യൂട്ടീവ്സ് ലൈക്ക് ജനറൽ മാനേജർ, വർക്ക്സ് മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, ഇതൊക്കെ നമുക്ക് ഒരു ലെവൽ വരെ നമുക്ക് ഫിക്സ്ഡ് ആയിരിക്കും. പ്രൊഡക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ക്ലാസിഫൈ ഇൻടു ഫിക്സഡ് കോസ്റ്റ്. നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയേറ്റ് ചെയ്യുന്ന കോസ്റ്റ് ആണ് അല്ലെ, മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റ് ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. വേരിയബിൾ കോസ്റ്റ് is that part of total cost which tends to vary directly with variation in the volume of output. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് ഡയറക്ട്ലി മാറിക്കൊണ്ടിരിക്കുന്ന കോസ്റ്റിനാണല്ലോ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വേരിയേറ്റ്സ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ വോളിയം എത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഡയറക്ട്ലി മാറിക്കൊണ്ടിരിക്കും. സച്ച് കോസ്റ്റ് ഇൻക്രീസസ് ഇൻ ആഗ്രിഗേറ്റ് ആസ് ദ പ്രൊഡക്ഷൻ ഗോസ് അപ്പ് ആൻഡ് കറസ്പോണ്ടിംഗ്ലി ഡിക്രീസസ് വെൻ ദ പ്രൊഡക്ഷൻ കംസ് ഡൗൺ. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, കുറയുന്നതിനനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് ദ സെയിം അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും, പക്ഷെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കില്ല. ഇപ്പോൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്, നമ്മൾ റെന്റ് കൊടുത്തിരിക്കുന്നത് 100 ആണെങ്കിൽ നമ്മൾ പെർ യൂണിറ്റ് എത്രയായി? 1 ആയി. 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മൾ റെന്റ് 100 തന്നെയല്ലേ. അപ്പോൾ നമ്മൾ വേരിയേറ്റ് ചെയ്തു. പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കില്ല ഫിക്സഡ് കോസ്റ്റിൻ്റെത്. ഫിക്സഡ് കോസ്റ്റിൻ്റെ എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും, പക്ഷെ പെർ യൂണിറ്റ് വേരിയേറ്റ് ചെയ്യും. വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് ഫിക്സഡ് അല്ല, പക്ഷേ പെർ യൂണിറ്റ് ഫിക്സഡ് ആണ്. ഇപ്പോൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു ചെയർ ഉണ്ടാക്കാൻ ഇത്ര വുഡ് വേണമെന്ന് നമുക്കുണ്ടെങ്കിൽ അത് പെർ യൂണിറ്റ് വുഡ് കറക്റ്റ് ആണ് അല്ലേ. ഇനി 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വുഡ് ഡബിളായി, കോസ്റ്റ് ഡബിളായി അല്ലേ. ഇതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റ് എന്നും കൂടി പറയും. വേരിയബിൾ കോസ്റ്റ് ഓൾസോ റെഫേർഡ് ടു ആസ് പ്രോഡക്റ്റ് കോസ്റ്റ് എന്നും കൂടി പറയും. അപ്പോൾ വേരിയബിൾ കോസ്റ്റിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ വേരീസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ വേരിയേഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓർ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇഫ് ടിമ്പർ required for manufacture of 1 table is 1000 rupees, 1500 rupees. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വുഡ് നമ്മുടെ ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി 1500 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് റിക്വയർഡ് ഫോർ 2 table would be 3000. 2 ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായി മാറി? അത് 3000 ആയി മാറി. ഇഫ് 10 table is produced 15000 ആയി മാറില്ലേ. It shows that direct material cost varies proportionate to the variation of output. അപ്പോൾ ഔട്ട്പുട്ട് എത്രയാണോ മാറുന്നത് അതിനനുസരിച്ച് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാറുന്നതിന് അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് നോക്കാം. കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് ലേബർ ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ വാരീസ് വിത്ത് വേരിയേഷൻ ഇൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ, കാർപ്പൻറ്റർ ഇസ് ഗിവൺ 1200 ഫോർ ദ മാനുഫാക്ചർ ഓഫ് 1 ടേബിൾ. ഇപ്പോൾ ഒരു ടേബിൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൊടുത്തിരിക്കുന്ന നമ്മൾ 1200 rupees ആണെങ്കിൽ 2400 ഫോർ 2 tables. 2 ടേബിളിന് എന്തായി? 2400 ആയി. ആൻഡ് 12000 ഫോർ 10 tables അല്ലേ. നമ്മൾ 10 ടേബിൾ
പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായി മാറി 12,000 ആയി മാറി. അപ്പോൾ ലേബർ കോസ്റ്റും ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഡയറക്റ്റ് ലേബർ കോസ്റ്റും പ്രൊഡക്ഷൻ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും പ്രൊഡക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. എ കോസ്റ്റ് വിച്ച് ഇസ് പാർഷ്യലി ഫിക്സ്ഡ് ആൻഡ് പാർഷ്യലി വേരിയബിൾ ഇസ് കോൾഡ് സെമി വേരിയബിൾ കോസ്റ്റ്. കുറച്ച് ഫിക്സ്ഡും ആണ്, കുറച്ച് വേരിയബിൾ ആണ്. നമുക്ക് നോക്കാം ഏതാ അത്. ഇറ്റ് വേരീസ് അറ്റ് certain level and remain fixed at other level of activity. It is a cost which changes with volume of output but not in the same rate. വോള്യത്തിനനുസരിച്ച് മാറും, പക്ഷേ സെയിം റേറ്റിലായിരിക്കില്ല മാറുന്നത്. It is also known as semi fixed cost or step cost. ഇതിനെ നമ്മൾ സ്റ്റെപ്പ് കോസ്റ്റ് അല്ലെ ഫിക്സഡ് കോസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട്. സെമി വേരിയബിൾ കോസ്റ്റ് ആ റിയലി എ കോമ്പിനേഷൻ ഓഫ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ ഐറ്റം. With careful study, it is possible to separate them to determine the amount of fixed cost and the rate of variation in the variable cost. അപ്പം ഇതിൽ നമുക്ക് എത്രത്തോളം വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, എത്രത്തോളം ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ എന്ന് പറയാന്ന് വെച്ചാൽ സൂപ്പർവൈസറിൻ്റെ സാലറി. ഇപ്പോൾ ചിലപ്പോൾ ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ വരെ നമുക്ക് ഒരു സൂപ്പർവൈസറിനെ മതി അല്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർവൈസറിൻ്റെ നമ്പർ മാറേണ്ടി വരും, 2 പേരെ വേണ്ടി വരും. അപ്പം അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് ലെവൽ വരെ അത് ഫിക്സ്ഡ് ആണ്, അത് കഴിഞ്ഞാൽ അത് വേരിയേറ്റ് ചെയ്യും. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ചാർജസും അതുപോലെ തന്നെയാണ്. അഡ്വർടൈസ്മെൻറ്റ് ഒരു സെയിൽസിൻ്റെ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ നമുക്ക് ഇത്ര അഡ്വർടൈസ്മെൻറ്റ് മതി അല്ലേ, ഒരു പെർട്ടിക്കുലർ യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ. നമ്മൾ പുതിയ മാർക്കറ്റൊക്കെ കണ്ടുപിടിക്കുകയാണ്, ഒരുപാട് യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻ ടു എലമെന്റ് സച്ച് എസ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം മെറ്റീരിയൽ, ലേബർ എന്നൊക്കെ പറഞ്ഞ എലമെന്റിനനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി ക്ലിയർലി ട്രേസ്ഡ് ആൻഡ് ഐഡന്റിഫൈഡ് ഫോർ എ ജോബ് പ്രോഡക്റ്റ് കോസ്റ്റ് സെന്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. നമ്മൾ പഠിച്ച തന്നെയാണ് അല്ലേ. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലിയർലി ട്രേസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കോസ്റ്റിനാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലേബർ എന്തായിരുന്നു, ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേബർ കോസ്റ്റ് ആണ് അല്ലെ. ഡയറക്റ്റ് ലേബർ ഇസ് ദ ലേബർ വിച്ച് ക്യാൻ ബി distinctly and clearly identified to a job, product, cost center or cost unit. നമുക്ക് ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഡയറക്റ്റ് എക്സ്പെൻസസ് ഓർ ചാർജബിൾ എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് ക്യാൻ ബി ക്ലിയർലി ഐഡന്റിഫൈഡ് or traced to a job, product, cost center or cost unit. ഇത് നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്പെൻസസ് ആണ് അല്ലേ. അതിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റിലോ എന്താ സർവീസിലോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ആർ ഓഫ് ജനറൽ നേച്ചർ ആൻഡ് ആർ നോട്ട് ഐഡന്റിഫൈഡ് ഓർ ട്രേസബിൾ ഓർ ഡയറക്ട്ലി ചാർജ് ടു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ് ഓർ ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലേ. അതിന് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി ഓഫ് കോസ്റ്റ്. കോസ്റ്റിന്റെ കൺട്രോളബിലിറ്റിയുടെ ബേസിലാണ് നെക്സ്റ്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുമാണത്. കൺട്രോളബിൾ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. കൺട്രോളബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് member of an undertaking. Certainly speaking, all direct costs including direct material, direct labor and some of the overhead expenses are controllable by the lower level management. അപ്പം ലോവർ ലെവൽ മാനേജ്മെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ ലേബർ കോസ്റ്റും അതേപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റും ഒക്കെ കൺട്രോൾ ചെയ്യാം അല്ലെ. കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അതിന് വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കി നമുക്കത് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് എ സ്പെസിഫൈഡ് മെമ്പർ ഓഫ് എൻ അണ്ടർടേക്കിംഗ്. ആർക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഒരു മെമ്പറിനും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഫിക്സഡ് കോസ്റ്റ് സച്ച് എസ് റെന്റ് ഓൺ ബിൽഡിംഗ്. റെന്റ് നമ്മളെ കയ്യിലല്ല ഇരിക്കുന്നല്ലേ, ആരാണ് അവർ ചോദിക്കുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തല്ല കൺട്രോൾ ഇരിക്കുന്നത്, പുറത്താണ്. സാലറി ടു മാനേജീരിയൽ പേഴ്സൺസ്, അതുപോലെ തന്നെ വേജസ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് എക്സെട്ര ആർ അൺകൺട്രോളബിൾ. നമ്മൾ വിചാരിക്കണം കോസ്റ്റ് കട്ട് ചെയ്യണം, അതുകൊണ്ട് മാനേജറിന് സാലറി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അല്ലേ. അപ്പം നമുക്കൊരു പെർട്ടിക്കുലർ ലെവലിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ മേലെ കൺട്രോൾ ഇല്ല. അപ്പോൾ ഇതാണ് അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്, കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ് ആയിട്ട്.
ഇനി ലാസ്റ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു നോർമാലിറ്റി ഓഫ് കോസ്റ്റും ഫിനാൻഷ്യൽ നേച്ചറും. അപ്പോൾ നോർമാലിറ്റി ഓഫ് കോസ്റ്റിന്റെ ബേസിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോർമൽ കോസ്റ്റും രണ്ടാമത്തെ അബ്നോർമൽ കോസ്റ്റും. അപ്പോൾ നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കോസ്റ്റ് ഇസ് എ കോസ്റ്റ് നോർമലി ഇൻകേർഡ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി നമുക്ക് നോർമലി ഇൻകർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നോർമലി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയാണ് കോസ്റ്റ്. Abnormal cost is the additional cost incurred at a given level of activity rather than normal cost. ഈ നോർമൽ കോസ്റ്റ് കൂടാതെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കോസ്റ്റ് വരുവാണെങ്കിൽ, അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ നേച്ചറിന്റെ ബേസിൽ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഒന്ന് ഫിനാൻഷ്യൽ കോസ്റ്റും രണ്ടാമത്തെ നോൺ ഫിനാൻഷ്യൽ കോസ്റ്റും. അപ്പോൾ ഫിനാൻഷ്യൽ കോസ്റ്റിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്യാഷ് കോസ്റ്റ്. ക്യാഷ് കോസ്റ്റ് ആർ ദോസ് സാക്രിഫൈസസ് ദാറ്റ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ആക്ച്വൽ ക്യാഷ് ഔട്ട്ഫ്ലോസ്. ക്യാഷിൽ റിഫ്ലക്ട് ചെയ്യും അത്. അപ്പോൾ അതാണ് നമ്മൾ ക്യാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോൺ ക്യാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ these are financial sacrifices which do not involve any cash outflow at the time when the cost is recognized. അപ്പോൾ കോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ക്യാഷ് ഒന്നും പോയതായോ ഒന്നും കാണിക്കില്ല. ഫോർ എക്സാമ്പിൾ ഡിപ്രിസിയേഷൻ അല്ലേ. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തെന്ന് വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ടായിരിക്കുമെങ്കിലും ഇല്ലല്ലോ. നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് മൈനസ് ചെയ്യുന്നേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തായാലും നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോഗോൺ, നമ്മൾ എടുക്കാതെ പോയ ഒരു ഓപ്പർച്യൂണിറ്റി കാരണം നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഇൻകം അല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പൈസ ശരിക്കും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ. ഇപ്പം ക്യാഷ് ആയിട്ട് നമുക്ക് പോവാത്ത കോസ്റ്റ് ആണ് നോൺ ക്യാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫിനാൻഷ്യൽ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ട്രേസബിൾ ത്രൂ എ കമ്പനീസ് ക്യാഷ് ഫ്ലോ. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് നോൺ ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സച്ച് കോസ്റ്റ് ലീഡ് ടു റെഡ്യൂസ്ഡ് ക്യാഷ് ഇൻഫ്ലോ ഇൻ ദ ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ ലോ മൊറൽ ഓഫ് എംപ്ലോയീസ്, ലേബർ ടേൺ ഓവർ, കോമ്പറ്റീഷൻ എക്സെട്ര. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ആബ്സെൻറ്റിസം അതൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലേ. ലോ മൊറൽ ഓഫ് എംപ്ലോയീസിന് മോട്ടിവേഷൻ ഇല്ല, മൊറയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മളെ ബിസിനസ്സിൽ എഫക്റ്റ് ചെയ്യാം. പക്ഷെ നമുക്കത് ബിസിനസ്സിൻ്റെ ഏത് ബുക്സ് എടുത്ത് തുറന്നു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ട്രാൻസാക്ഷൻസിൽ തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇതാണ് നോൺ ഫിനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് പഠിച്ചത്. ട്രേസബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു, ഫംഗ്ഷൻ്റെ ബേസിൽ ചെയ്തു, വേരിയബിലിറ്റിയുടെ ബേസിൽ ചെയ്തു, എലമെൻസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു, കൺട്രോളബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നോർമാലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ നേച്ചറുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.